രണ്ട് ഉപദേശങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബിലയാമിന്റെ ഉപദേശവും മറ്റൊന്ന് നിക്കോലാവ്യ ഉപദേശം. ഇതിന്റെ നടുവിൽ ഈ രണ്ട് ഉപദേശങ്ങളും സഭയിൽ സ്വാധീനം ചെലുത്തിയ കാലയളവാണ് പെർഗമോസ് കാലയളവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാലയളവിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അത് ഒരിക്കലും വിമർശനാത്മകമായിട്ട് എടുക്കരുത്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മരിച്ചവരോടുള്ള പ്രാർത്ഥന AD 300 ആരംഭിക്കുന്നത്. മറ്റൊന്ന് കുരിശ് വന്ദിക്കുന്നത്, അതും AD 300 സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശുദ്ധന്മാരെയും ദൂതന്മാരെയും ആരാധിക്കാനായിട്ട് തുടങ്ങുന്നത് AD 375 അപ്പവീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്നു എന്ന ഉപദേശം അഥവാ വസ്തുമാറ്റ ഉപദേശം AD 394 ആരംഭിക്കുന്നത്. വിശുദ്ധ മറിയയെ ആരാധിക്കുന്നത് AD 413 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐമേനിയിൽ നിന്നും വ്യത്യസ്തമായ പുരോഹിത വേഷം AD 500 തുടങ്ങുന്നത്. മരണാനന്തര ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന ഉപദേശം ബ്രാക്കറ്റിൽ ബെസ്പുർഖാന AD 593 ആരംഭിക്കുന്നത്. ലത്തീൻ ഭാഷയിലുള്ള ആരാധന ആരംഭിക്കുന്നത് AD 600 മൂന്നാം ബോണിഫസ് ലോകയുഗ മെത്രാനാണെന്നുള്ള പ്രഖ്യാപനം വരുന്നത് AD 606 ഇനിയുണ്ട്. അതിന്റെ മുൻപോട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ പെർഗമോസ് കാലയളവിൽ സഭയിൽ വന്നുകൂടിയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും പാരമ്പര്യങ്ങളും ഒക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം സഭയിലേക്ക് കയറിക്കൂടാൻ തുടങ്ങിയ കാലമാണ് പെർഗമോസ് കാലയളവ് എന്ന് പറയുന്നത്. ദൈവമക്കളെ, എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ സ്നേഹിച്ചും കർത്താവിനെ ആരാധിച്ചും യേശുക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള ആത്മരക്ഷയെക്കുറിച്ച് ബേസിക്കലി 1-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ അനുവർത്തിച്ചും പഠിച്ചും പോന്നിരുന്ന ആ കാര്യത്തിലെല്ലാം മെല്ലെ 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 ഓരോന്നോരോന്നായി അത് ആവർത്തിച്ച് ഇന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഘടകങ്ങളായി മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും, പണ്ടൊരു പൂജാരിയായ ബ്രാഹ്മണൻ പൂജ നടത്തുമ്പോ ഒരു കറുത്ത പൂച്ച പാൽ കുടിക്കാൻ വരും. അപ്പൊ ഈ ബ്രാഹ്മണൻ അദ്ദേഹം ഈ ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, പുള്ളി ഈ കറുത്ത പൂച്ചയെ ഒരു കയറിന് കെട്ടിയിട്ടിട്ട് പൂജ നടത്തും. അത് കഴിഞ്ഞ് പൂജ കഴിയുമ്പോൾ പൂച്ചയെ അഴിച്ചുവിടും. കുറെ കഴിഞ്ഞ് പൂജാരി മരിച്ചു. പൂച്ച അങ്ങനെ തന്നെ പതിപോലെ പുത്രൻ പൂജ തുടങ്ങി. പൂജാരിയുടെ മകൻ ബ്രാഹ്മൺ തന്റെ പൂജയെ ആരംഭിച്ചു. ആ പൂജ ആരംഭിച്ചപ്പോ ഇതുപോലെ തന്നെ കറുത്ത പൂച്ച വന്നു തുടങ്ങി. കറുത്ത പൂച്ച വരും, അപ്പ കെട്ടിയിട്ടതുപോലെ തന്നെ പൂച്ചയെ കെട്ടിയിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ പൂച്ച ചത്തപ്പോൾ ഇദ്ദേഹം പിന്നെ കറുത്ത പൂച്ചയെ അന്വേഷിച്ചു പോയി. ഒരു പൂച്ചയെ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടെന്ന് അവിടെ കെട്ടിയിട്ടിട്ട് പിന്നെ പൂജ നടത്താൻ തുടങ്ങി.
ഇപ്പൊ അതെങ്ങനെയായി? ഇപ്പൊ പൂജയ്ക്ക് പൂച്ച വേണമെന്നുള്ള ഒരു ട്രഡീഷൻ അറിഞ്ഞോ അറിയാതെയോ വന്നു. ആദ്യം പൂച്ചയെ കെട്ടിയിട്ടത് ശല്യം കാരണം കെട്ടിയിട്ടതാണെങ്കിൽ പിന്നീട് പൂച്ച ഒരു ഒഴിയാത്ത ബാധയായി മാറി, ഒഴിയാത്ത പാരമ്പര്യമായി മാറി. ഇങ്ങനെ നമ്മുടെ സഭയിൽ കുറെ കാര്യങ്ങൾ എല്ലാ സഭകളിലും ഉണ്ട്. ഇപ്പൊ പെന്തക്കോസ്ത് ചർച്ചുകളിൽ പോലും അവരുടേതായ കുറെ കാര്യാദികളെല്ലാം അവർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു കൂടിയിട്ടുണ്ട്. എല്ലാം വിമർശിക്കപ്പെടേണ്ടതും എല്ലാം ഒഴിവാക്കപ്പെടേണ്ടതുമല്ല. അതിൽ നല്ലതുമുണ്ട്, തീയതുമുണ്ട്. അതൊക്കെ വിവേചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കണം 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 എന്ന് പറയുന്നത്. പോകട്ടെ ദൈവമക്കളെ, ഇവിടെ പറയുന്നു അതിന്റെ അവസാന ഭാഗത്ത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഏതാണ് ഈ മറഞ്ഞിരിക്കുന്ന മന്ന? മറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ എന്തുണ്ടോ ഉള്ളതിന്റെ എല്ലാം സാക്ഷാത്തായ ഒന്ന് സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾക്കറിയാം. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഒറിജിനൽ എല്ലാം സ്വർഗത്തിൽ കാണും. ചെല്ലുമ്പോൾ നമുക്ക് അതെല്ലാം കാണാം. അപ്പൊ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 16:32 വാക്യാണ്. 16:32, പുറപ്പാട് 16:32. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇങ്ങനെ അന്ന് ഈ മന്ന എടുത്തു വെച്ച ചെപ്പ് സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് വെച്ചിരുന്ന ഒരു വസ്തുവാണ്. അത് കേടുവന്നില്ല. അത് തലമുറയ്ക്ക് ഓർക്കാനായിട്ട് വെച്ചതാണ്. ഇത് എന്തിനെ കാണിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവിയെ ഇത് കാണിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന എന്നുള്ളത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവൻ, പാപത്തെ ജയിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന മന്നയായ കർത്താവ് ജീവിക്കുന്നു എന്ന് അർത്ഥം. ഞാൻ അവന് വെള്ളക്കല്ലും മറിഞ്ഞിരിക്കുന്ന മന്നയും കൊടുക്കും. വെള്ളക്കല്ല് എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അത് സ്വർഗത്തിൽ ജയിക്കുന്ന സഭാ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊരു അനുഗ്രഹമാണ്. വെള്ളക്കല്ലും പിന്നെ പുതിയ പേരും, കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര്, നമ്മുടെ പേര് പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവന്റെ പേര് സ്വർഗത്തിൽ ഒരു കല്ലിൽ കൊത്തിയിരിക്കും. ഇതെല്ലാം കാണുമ്പോ ഇനി സ്വർഗത്തിൽ ഗ്രാനൈറ്റ് ഉണ്ടോന്ന് ചോദിക്കരുത് എന്നോട്. ഇത് യോഹന്നാൻ കണ്ടത് നമ്മൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ താനത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കല്ലെന്ന് പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു, കുതിര എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യോഹന്നാന് മനസ്സിലായി. യോഹന്നാൻ കണ്ടത്, സ്ക്രീനിൽ കണ്ടതിനെ താൻ നമ്മൾക്ക് വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ കണ്ടു ഒരു വെള്ളക്കല്ലിന്മേൽ ഭക്തന്മാരുടെ പേര്, ജയിക്കുന്നവരുടെ പേര് എഴുതിയിരിക്കുന്നത് യോഹന്നാന് വെളിപ്പെടുത്തി. അങ്ങനെ ജയിക്കുന്നവർക്ക് നൽകുന്ന പുതിയ വ്യക്തിത്വത്തെയാണ് ഈ പുതിയ പേര് കാണിക്കുന്നത്. അത് മഹത്വത്തെയും പദവിയെയും പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ? 3. ഒന്ന്, മറഞ്ഞിരിക്കുന്ന മന്ന. 2, വെള്ളക്കല്ല്. 3, ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്നവർക്ക് അവരുടെ പേര് കല്ലിന്മേൽ എഴുതും. അങ്ങനെ 3 പദവി ജയിക്കുന്ന സഭയ്ക്ക്
സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. സഭയ്ക്കെന്ന് പറയുമ്പോ ദൈവത്തിന്റെ മക്കൾക്ക്, ജയിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. ജയിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അവനത് കൊടുക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും? ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ പാപം നിറഞ്ഞ ലോകത്ത് ഒരു ജയജീവിതം നയിക്കാൻ, നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വചനത്തിലായിരിക്കുന്നത്, പ്രാർത്ഥനയിലായിരിക്കുന്നത്, സ്വയം നമ്മൾ നമ്മളെ തന്നെ വിശദീകരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ജയിച്ചാൽ ജയിക്കുന്നവന് അവനൊരു പ്രതിഫലം കൊടുക്കും. ജയിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. മനസ്സിലൊന്ന് പറയാമോ? എനിക്ക് എൻ്റെ കർത്താവ് അത് തരും. എന്ത് വില കൊടുത്തും അവൻ എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള, ജയിക്കുന്നവർക്ക് വെച്ചിട്ടുള്ള കിരീടങ്ങളെ എനിക്ക് സ്വന്തമാക്കണം, പദവികളെ എനിക്ക് സ്വന്തമാക്കണം. ഒന്നും നഷ്ടപ്പെടരുത്. ഈ ഭൂമിയിൽ വക്ര നിറഞ്ഞ ലോകത്ത്, തിന്മ നിറഞ്ഞ ലോകത്ത് സർവത്ര പ്രതികൂലമല്ല ദൈവമക്കളെ, എല്ലാം പ്രതികൂലമാണ്. ഒരു ദൈവഭക്തന് അനുകൂലമായി ഈ ഭൂമിയിൽ എന്നതാ ഉള്ളത്? ഒന്നുമില്ല. നേരം വെളുത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുതൽ, നമ്മൾ ഇരിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം മുതൽ, ഒന്നുകൊണ്ടല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫൈറ്റിംഗ് ക്ലൈമറ്റ് ആണ് നമ്മുടെ മുൻപിലുള്ളതെല്ലാം. നമ്മുടെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഇന്നലെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, അദ്ദേഹം എന്നെ വിളിച്ചു. ചേട്ടനും അനിയനുമാണ്. ചേട്ടന് 70 വയസ്സുണ്ട്, അനിയന് 68 വയസ്സുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠൻ അടച്ചു. ഒരു സ്കൂട്ടർ ഇടാനുള്ള വഴി ഒഴിച്ച് ബാക്കിയുള്ളത് ക്ലോസ് ചെയ്തു. ഞാൻ അതിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇനി എന്നെ ചെയ്യും സാറ്? എൻ്റെ ചേട്ടന്റെ പേരിൽ കേസ് കൊടുക്കാൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല. ഞാനൊരു പ്രതിയായി കോടതിയിൽ പോവുകയല്ലാതെ ഒരു വാദിയായി കോടതിയിൽ പോകുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഞാൻ പറയാ, ഇങ്ങനെ നമ്മളെ നാൾതോറും ഞെരുക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ജയിക്കാൻ ഉള്ള കഷ്ടപ്പാട് ചെറുതല്ല. അദ്ദേഹം സങ്കടത്തോടെ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മകനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. 70 വയസ്സായി ആ മനുഷ്യന്. പോകുമ്പോ കൊണ്ടുപോകില്ലല്ലോ ദൈവമക്കളെ. സ്വന്തം അനുജനാണ്. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ എന്തു വന്നാലും എനിക്ക് ജയിക്കണം, പിശാച് എന്നെ പരാജയപ്പെടുത്തരുത്. എസ്പെഷ്യലി വാർദ്ധക്യത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഞാൻ പാപത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന വലിയ സമർപ്പണം ഉണ്ടാകട്ടെ. അടുത്ത 4ാമത്തെ സഭയാണ് തുയധൈര്യ സഭ. പ്രൈസ് ദി ലോർഡ്. തുയധൈര്യ സഭയ്ക്കുള്ള ദൂത് 2:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അതിനെക്കുറിച്ച് ദീർഘമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുയധൈര്യ സഭ പെർഗമോസിന് തെക്ക് കിഴക്കായി ഏകദേശം 64 കിലോമീറ്റർ അകലെയാണ് തുയധൈര്യ സഭ. പെർഗമോസ് സഭ കഴിഞ്ഞ് അതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഏകദേശം ഒരു 64 കിലോമീറ്റർ മാറിയാണ് തുയധൈര്യ പട്ടണം. തുയധൈര്യ പട്ടണം കേന്ദ്രീകരിച്ചാണ് തുയധൈര്യ സഭ അറിയപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ തുയധൈര്യ പട്ടണക്കാരിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. തുണിയുടെ ഒരു വിപണന കേന്ദ്രമാണ് തുയധൈര്യ പട്ടണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:14 ഇങ്ങനെയാണ്:
തുയഥൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടു. ഈ മക്കെദോന്യയുടെ ചുറ്റുപാടുകളിലായി തന്റെ പ്രേക്ഷിത വേലയുമായി താൻ മുൻപോട്ട് പോകുന്ന സമയത്ത് പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയുടെ വേളയിൽ തുയഥൈര പട്ടണത്തിൽ തന്റെ ശുശ്രൂഷ താൻ ആരംഭിച്ചു. ലുദിയ ആണ് ആദ്യമായി വിശ്വാസത്തിൽ വരുന്നത്. രക്താംബരം വിൽക്കുന്നവളായിരുന്നു അവൾ. അപ്പോ ഒരു തുണിയുടെ വിപണന കേന്ദ്രമാണ് തുയഥൈര പട്ടണം. അതുപോലെ തന്നെ തുയഥൈര എന്ന് പറയുന്ന പട്ടണം ബലികർമാസക്തമായി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന നിറഞ്ഞ ഒരു പട്ടണമാണ് തുയഥൈര പട്ടണം. അതുകൊണ്ട് അവിടുന്ന് വിശ്വാസത്തിൽ വന്നവർക്ക് ബലികർമ്മങ്ങളോടുള്ള വലിയ ഭക്തി അവരുടെയൊക്കെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതിനെ വിട്ടുകഴിഞ്ഞാൽ ദോഷം വരും എന്ന് ചിന്തിക്കുന്നവർ. നമ്മളിന്ന് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വേല ചെയ്യുമ്പോൾ നമ്മുടെ മിഷണറിമാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പലരും വിശ്വാസത്തിൽ വരും, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസമോ വരുമ്പോൾ അവരുടെ കൂട്ടത്തിലും ബന്ധത്തിലുമുള്ള ആളുകൾ അവരെ പറഞ്ഞ് പേടിപ്പിക്കും. അതിങ്ങനെയാണ്, നിങ്ങൾ ഈ മാർഗം വിട്ട് മറ്റേ മാർഗത്തിലേക്ക് പോയത് കൊണ്ട്, ക്രിസ്ത്യാനിയായി തീർന്നുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതയാണ് ഇതെല്ലാം എന്ന് പറയും. അപ്പൊ ഇത് പലരെയും അങ്ങ് ഞെട്ടിപ്പിക്കും. പലരും ഇത് പറയുമ്പോൾ ചിലരൊക്കെ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരു ഭയം, ഒരു മിഥ്യാബോധം നിറഞ്ഞ വിശ്വാസികളുടെ ഒരു കൂട്ടം ഈ തുയഥൈര പട്ടണത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പട്ടണത്തിലെ അല്ലെങ്കിൽ ഇവിടുത്തെ സഭയുടെ ചില പുണ്യപ്രവൃത്തികൾ കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതെന്താണ്? തുയഥൈര സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ ശുശ്രൂഷയും നിന്റെ സഹിഷ്ണുതയും എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. തുയഥൈര സഭ, അവിടുത്തെ ഒരു പറ്റം വിശ്വാസികൾ ഇങ്ങനെയെല്ലാം ആണെങ്കിലും തുയഥൈര പട്ടണത്തിലെ തുയഥൈര സഭയിലെ അവരെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. അവരുടെ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിങ്ങൾ ആലോചിച്ച് നോക്കണം. തുയഥൈര സഭയുടെ പ്രവൃത്തിയും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹിഷ്ണുതയും ആരറിയുന്നു? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രനായ എൻ്റെ യേശു അതറിയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവരുടെ മാത്രമല്ല, കർത്താവിന് ആരോടും മുഖപക്ഷമില്ല. ഈ സ്ക്രീനിലായിരിക്കുന്ന 200 ഡിവൈസിലും രാവിലെ കടന്നു വന്നിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഇനിയുള്ള വാചകം നിങ്ങൾക്ക് പറയാം. എൻ്റെ പ്രവൃത്തി എൻ്റെ കർത്താവ് അറിയുന്നു. എനിക്ക് അവനോടുള്ള സ്നേഹം എൻ്റെ യേശു അളക്കുന്നു. എനിക്ക് അവനിലുള്ള വിശ്വാസത്തെ എൻ്റെ കർത്താവ് തൂക്കി നോക്കുന്നു. എൻ്റെ സഹിഷ്ണുത, എൻ്റെ കഷ്ടപ്പാട് എൻ്റെ യേശു അപ്പച്ചൻ മനസ്സിലാക്കുന്നു. അവനത് അറിയുന്നു. പലപ്പോഴും നമ്മളുടെ ഒരു കംപ്ലൈന്റ് ഇതാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നതാണ്. ഒരു ദിവസം ഒരിക്കലെങ്കിലും മനസ്സിൽ നമ്മൾ പറഞ്ഞു പോകും,
ആരോട് പറയാനാ? ആര് കേൾക്കാനാ? ആര് മനസ്സിലാക്കാനാ? മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതെ പോകും. മനസ്സിലാക്കേണ്ടവർ കൂടെയില്ലാതെ പോകും. മനസ്സിലാക്കേണ്ടവർ കണ്ണടച്ച് കളയും. എന്നാൽ വെള്ളോടിന് സദൃശമായ കാലുകളുള്ള, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു, മോളെ, നിന്റെ പ്രവൃത്തി ഞാൻ കാണുന്നുണ്ട്. മോനെ, നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ സഹിഷ്ണുത ഞാൻ തിരിച്ചറിയുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയം കൊണ്ട് അംഗീകരിക്കണം.